ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 46-ാം ദിവസം. ധൂപന ബലിപീഠം സംബന്ധിച്ച് ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 30-ാം അധ്യായം, 31-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 22-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 115 എന്നിവ വായിക്കുന്നു. അനുദിന ബലികൾ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ തുടരുകയാണ്. ധൂപന ബലിപീഠത്തെക്കുറിച്ചും പാപപരിഹാരത്തെക്കുറിച്ചും സാബത്താചരണത്തെക്കുറിച്ചും പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. വിശുദ്ധിയെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകത്തിലും വിവരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 30-ാം അധ്യായം, ധൂപന ബലിപീഠം സംബന്ധിച്ച്. ധൂപാർപ്പണ സമയത്ത് നീ ഒരു ബലിപീഠം ഉണ്ടാക്കണം. കരിവേലത്തടി കൊണ്ട് നീ അത് നിർമ്മിക്കണം. അതിൻ്റെ നീളം 1 മുഴം, വീതി 1 മുഴം, അത് സമചതുരമായിരിക്കണം. അതിൻ്റെ ഉയരം 2 മുഴം, അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെയായിരിക്കണം. നീ അത് അതിൻ്റെ മുകൾ ഭാഗവും ചുറ്റുവശങ്ങളും കൊമ്പുകളും ശുദ്ധ സ്വർണം പൊതിയണം. അതിന് ചുറ്റും സ്വർണ്ണ അരികുപട്ട പിടിപ്പിക്കണം. അതിന് 2 സ്വർണ്ണവളയങ്ങൾ അരികുപട്ടയ്ക്ക് താഴെയായി നീ ഉണ്ടാക്കണം. അതിൻ്റെ ഇരുവശങ്ങളിലും 2 ചെരുവുകളിലായാണ് നീ അവ ഉണ്ടാക്കേണ്ടത്. തണ്ടുകൾ കൊണ്ട് അത് വഹിക്കേണ്ടതിന് അവ കുഴകളായിരിക്കും. കരുവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി അവ സ്വർണം പൊതിയണം. സാക്ഷ്യപേടകത്തിനെതിരെയുള്ള തിരശ്ശീലയ്ക്ക് മുമ്പിൽ ഞാൻ നീയുമായി സമാഗമിക്കുന്ന സാക്ഷ്യഫലകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ നീ അത് വയ്ക്കുക. അഹറോൻ അതിന്മേൽ സുഗന്ധധൂപം അർപ്പിക്കണം. പ്രഭാതം തോറും ചരാതുകൾ വെടിപ്പാക്കുമ്പോൾ അവനത് അർപ്പിക്കട്ടെ. സായം സന്ധ്യയിൽ അഹറോൻ ചരാതുകൾ കയറ്റി വയ്ക്കുമ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ തലമുറയ്ക്ക് ശാശ്വത ധൂപാർച്ചനയായി അത് അർപ്പിക്കട്ടെ. അതിന്മേൽ നിങ്ങൾ ക്രമരഹിത ധൂപാർപ്പണമോ ഹോമയാഗമോ ധാന്യാർപ്പണമോ നടത്തരുത്. നീ അതിന്മേൽ പാനീയ നിവേദ്യം ഒഴിക്കരുത്. ആണ്ടിലൊരിക്കൽ അഹ്റോൻ അതിൻ്റെ കൊമ്പുകളിന്മേൽ പരിഹാരകർമ്മം അനുഷ്ഠിക്കണം. പാപപരിഹാരയാഗത്തിൻ്റെ രക്തത്തിൽ നിന്നും പരിഹാരം ചെയ്യണം. നിങ്ങളുടെ തലമുറ തോറും ആണ്ടിലൊരിക്കൽ അവൻ അതിന്മേൽ പരിഹാരം ചെയ്യണം. അത് കർത്താവിന് അതിവിശുദ്ധമാണ്. കർത്താവ് മോശയോട് ഇപ്രകാരം സംസാരിച്ചു: ഇസ്രായേല്യരുടെ കണക്കെടുപ്പിനായി നീ അവരുടെ തല എണ്ണുമ്പോൾ അവരെ എണ്ണിയതുകൊണ്ട് ഓരോ വ്യക്തിയും കർത്താവിന് സ്വന്തം ജീവന് പരിഹാരദ്രവ്യം കൊടുക്കണം. അവരെ എണ്ണിയതുമൂലം അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനാണിത്. കണക്കെടുപ്പ് കഴിഞ്ഞ എല്ലാവരും നൽകേണ്ടത് ഇതാണ്: വിശുദ്ധ സ്ഥലത്തെ തൂക്കുപ്രകാരം 1/2 ഷെക്കൽ, 1 ഷെക്കൽ 20 ഗേരയാണ്. 1/2 ഷെക്കൽ കർത്താവിനുള്ള കാണിക്കയാണ്. കണക്കെടുപ്പ് കഴിഞ്ഞ 20ഉം അതിനു മേലും വയസ്സുള്ള ഓരോരുത്തരും കർത്താവിനുള്ള കാണിക്ക നൽകണം. നിങ്ങളുടെ ജീവന് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് കർത്താവിനുള്ള കാണിക്ക ധനികൻ നൽകുമ്പോൾ 1/2 ഷെക്കലിനേക്കാൾ കൂടാൻ പാടില്ല. ദരിദ്രനാകട്ടെ കുറയ്ക്കാനും പാടില്ല. ഇസ്രായേലിൽ നിന്ന് നീ പരിഹാരത്തുക സ്വീകരിച്ച് അത് സമാഗമ കൂടാര ശുശ്രൂഷയ്ക്കായി നൽകണം. അത് നിങ്ങളുടെ ജീവനെ പ്രതി പരിഹാരം ചെയ്യുന്നതിന് കർത്താവിൻ്റെ മുമ്പിൽ ഇസ്രായേല്യരെക്കുറിച്ചുള്ള സ്മരണയ്ക്ക് വേണ്ടിയായിരിക്കും. ക്ഷാളനപാത്രം സംബന്ധിച്ച് കർത്താവ് മോശയോട് പ്രകാരം കൽപ്പിച്ചു: ക്ഷാളനത്തിനായി പിച്ചള കൊണ്ട് ഒരു ക്ഷാളനപാത്രം നീ ഉണ്ടാക്കണം. അതിൻ്റെ ചുവട് പിച്ചളയായിരിക്കണം. നീ അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ സ്ഥാപിക്കുകയും അതിലേക്ക് വെള്ളമൊഴിക്കുകയും വേണം. അഹറോനും അവൻ്റെ പുത്രന്മാരും
അതിൽ നിന്ന് തങ്ങളുടെ കൈകളും കാലുകളും കഴുകട്ടെ. അവർ സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജലക്ഷാളനം നടത്തട്ടെ. അങ്ങനെ അവർ മരിക്കാതിരിക്കട്ടെ. അഥവാ കർത്താവിനുള്ള അഗ്നി സമർപ്പണത്തിന് ബലിപീഠത്തെ സമർപ്പിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കാൻ തങ്ങളുടെ കൈകളും കാലുകളും കഴുകണം. അവനും അവൻ്റെ സന്തതിക്കും അവരുടെ തലമുറയ്ക്കും ഒരു ശാശ്വത ചട്ടമാണിത്. അഭിഷേക തൈലം സംബന്ധിച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം കൽപ്പിച്ചു: മികച്ച സുഗന്ധദ്രവ്യങ്ങൾ നിനക്കായി എടുക്കുക. കുഴമ്പുമീറ 500, സുഗന്ധമുള്ള കറുവാപ്പട്ട അതിൻ്റെ പകുതി, അതായത് 250, സുഗന്ധിത്തണ്ട് 250, അമരിപ്പട്ട 500, വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം ഇവയും 1 ഹിൻ ഒലിവെണ്ണയും. നീ ഇത് പരിമളം കലർത്തുകാരൻ്റെ തൈലക്കൂട്ടുൽപ്പന്നമായി വിശുദ്ധ അഭിഷേക തൈലമാക്കി തീർക്കണം. അത് വിശുദ്ധ അഭിഷേക തൈലമായിരിക്കട്ടെ. നീ അതുകൊണ്ട് അഭിഷേകം ചെയ്യേണ്ടത് സമാഗമ കൂടാരവും സാക്ഷിപേടകവും മേശയും അതിലെ എല്ലാ ഉപകരണങ്ങളും, വിളക്കുകാലും അതിൻ്റെ ഉപകരണങ്ങളും, ധൂപന ബലിപീഠവും ദഹന ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവുമാണ്. നീ അവയെ വിശുദ്ധീകരിക്കുമ്പോൾ അവ അതീവ വിശുദ്ധിയുള്ളവ ആയിത്തീരും. അവയെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധമാകും. അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും നീ അഭിഷേകം ചെയ്യണം. എനിക്ക് വേണ്ടി പുരോഹിത വൃത്തി ചെയ്യാൻ അവരെ വേർതിരിക്കണം. നീ ഇസ്രായേലിലൂടെ ഇപ്രകാരം പ്രസ്താവിക്കണം: നിങ്ങളുടെ എല്ലാ തലമുറകളിലും എനിക്ക് ഇത് വിശുദ്ധ അഭിഷേക തൈലമായിരിക്കും. അത് മനുഷ്യൻ്റെ ദേഹത്ത് തേക്കരുത്. തദനുപാതത്തിൽ മറ്റൊന്ന് നിങ്ങൾ അതുപോലെ ഉണ്ടാക്കരുത്. അത് വിശുദ്ധ വസ്തുവാണ്. നിങ്ങൾക്ക് അത് വിശുദ്ധ വസ്തുവായിരിക്കും. അതുപോലെ ചേരുവയുണ്ടാക്കുകയോ അതിൽ നിന്ന് അന്യൻ്റെ മേൽ പുരട്ടുകയോ ചെയ്യുന്നയാൾ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ധൂപനദ്രവ്യം സംബന്ധിച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു: സുഗന്ധദ്രവ്യങ്ങളായ മീറത്തൈലം, നറുംപശ, ഗുൽഗുലു എന്നിവയും സുഗന്ധദ്രവ്യങ്ങളോടൊപ്പം ശുദ്ധമായ കുന്തുരുക്കവും എടുക്കുക. അത് സമാനുപാതത്തിലായിരിക്കണം. പരിമളം കലർത്തുകാരൻ്റെ ഒരു ധൂപക്കൂട്ടുൽപ്പന്നമായി ഉപ്പ് ചേർത്ത തനി വിശുദ്ധ വസ്തുവായി നീ അത് ഉണ്ടാക്കണം. അതിലൽപ്പം നീ നേർമയായി പൊടിക്കണം. എന്നിട്ട് നീയുമായി ഞാൻ സംഗമിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷ്യഫലകത്തിൻ്റെ മുമ്പിൽ അതിലൽപ്പം വയ്ക്കണം. അത് നിങ്ങൾക്ക് അതീവ വിശുദ്ധിയുള്ളതായിരിക്കണം. നീ ഉണ്ടാക്കുന്ന ധൂപനദ്രവ്യം ഈ അനുപാതത്തിൽ നിങ്ങൾക്കായി ഉണ്ടാക്കരുത്. ഇത് നിനക്ക് കർത്താവിൻ്റെ വിശുദ്ധ വസ്തുവാണ്. അതിൻ്റെ ഉളവാക്കാനായി അത് സമാനമായി ഉണ്ടാക്കുന്നയാൾ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുറപ്പാടിൻ്റെ പുസ്തകം 31-ാം അധ്യായം. ശില്പികൾക്ക് ദൗത്യം. കർത്താവ് മോശയോട് ഇപ്രകാരം പറഞ്ഞു: നോക്കൂ, യൂദാഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ അവനെ ജ്ഞാനത്തിലും ബുദ്ധിയിലും അറിവിലും എല്ലാത്തരം ശില്പവൈദഗ്ധ്യത്തിലും ദൈവചൈതന്യ സമ്പൂർണനാക്കിയിരിക്കുന്നു. ഇത് അവൻ ചിത്രപ്പണികൾ ആസൂത്രണം ചെയ്ത് സ്വർണത്തിലും വെള്ളിയിലും പിച്ചളയിലും നിർവഹിക്കുന്നതിനും രത്നത്തിൻ്റെ ചെത്തുപണികളിലും തടിയുടെ കൊത്തുപണികളിലും പൂർണ്ണത വരുത്തുന്നതിനും എല്ലാ ചിത്രപ്പണി വൈദഗ്ധ്യത്തിലും വ്യാപരിക്കുന്നതിനും വേണ്ടിയാണ്. മാത്രമല്ല, ഞാനിതാ ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിൻ്റെ പുത്രൻ ഒഹോലിയാബിനെ അവനോടൊപ്പം നിയോഗിച്ചിരിക്കുന്നു. കൂടാതെ എല്ലാ ജ്ഞാനമതികളുടെയും ഹൃദയത്തിൽ ഞാൻ ജ്ഞാനം നിക്ഷേപിച്ചിരിക്കുന്നു. നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അവർ നിർവഹിച്ചുകൊള്ളും. സമാഗമ കൂടാരം, സാക്ഷ്യത്തിനു വേണ്ടിയുള്ള പേടകം, അതിന്മേലുള്ള കൃപാസനം, കൂടാരത്തിലെ എല്ലാ ഉപകരണങ്ങളും, മേശയും അതിൻ്റെ ഉപകരണങ്ങളും, ശുദ്ധിയുള്ള വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, ധൂപാർപ്പണ ബലിപീഠം, ദഹന ബലിപീഠം അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, ക്ഷാളനപാത്രം അതിൻ്റെ പീഠവും, അലങ്കാരപ്പണിയുള്ള വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ, അവൻ്റെ പുത്രന്മാർക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാനുള്ള വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, വിശുദ്ധ സ്ഥലത്തെ പരിമള ധൂപം എന്നിവ ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരമെല്ലാം അവർ തയ്യാറാക്കിക്കൊള്ളും. സാബത്താചരണ നിർദ്ദേശങ്ങൾ. കർത്താവ് മോശയോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇസ്രായേല്യരോട് നീ ഇപ്രകാരം പ്രഖ്യാപിക്കുക: നിങ്ങളെൻ്റെ സാബത്തുകൾ സസൂക്ഷ്മം ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കുമിടയിൽ നിങ്ങളുടെ തലമുറകൾക്കുള്ള ഒരടയാളമായിരിക്കും. നിങ്ങൾ സാബത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമാണ്.
അത് ദുഷിപ്പിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം. അന്ന് ആരെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി തൻ്റെ ജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 6 ദിവസം ജോലി നിർവഹിക്കപ്പെടട്ടെ. എന്നാൽ 7-ാം ദിവസം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശ്രമത്തിൻ്റെ സാബത്താണ്. സാബത്ത് ദിവസം ജോലി ചെയ്യുന്നത് ആരായാലും തീർച്ചയായും വധിക്കപ്പെടണം. ഇസ്രായേലിയർ സാബത്ത് ആചരിക്കണം. സാബത്ത് നിർവഹിക്കേണ്ടത് അവരുടെ തലമുറകൾക്ക് ഒരു ശാശ്വത ഉടമ്പടിയാണ്. ഇത് എനിക്കും ഇസ്രായേലിയർക്കുമിടയിൽ ശാശ്വതമായ ഒരടയാളമാണ്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തു. ഉടമ്പടി പത്രിക നൽകുന്നു. സീനായ് മലയിൽ വെച്ച് മോശയോട് സംസാരം അവസാനിപ്പിക്കവേ അവിടുന്ന് സാക്ഷ്യത്തിൻ്റെ 2 ഫലകങ്ങൾ, ദൈവത്തിൻ്റെ വിരലാൽ ലിഖിതമായ കൽപ്പലകൾ അവന് നൽകി. ലേവ്യരുടെ പുസ്തകം 22-ാം അധ്യായം. ബലിവസ്തു ഭോജനം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും നീ സംസാരിക്കുക. ഇസ്രായേല്യർ എനിക്കായി വേർതിരിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ അവർ ആദരിക്കണം. അങ്ങനെ എൻ്റെ വിശുദ്ധനാമം അവർ അവഹേളിക്കാതിരിക്കട്ടെ. ഞാനാണ് കർത്താവ്. നീ അവരോട് പറയുക: നിങ്ങളുടെ തലമുറകൾ തോറും നിങ്ങളുടെ സകല സന്തതിയിൽ നിന്നും ഏതെങ്കിലും ആൾ തൻ്റെ മേൽ തൻ്റെ മലിനതയുള്ളപ്പോൾ കർത്താവിനായി ഇസ്രായേല്യർ വേർതിരിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ ആ വ്യക്തി എൻ്റെ സന്നിധിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഞാനാണ് കർത്താവ്. അഹ്റോൻ്റെ സന്തതിയിൽപ്പെട്ട ആരെങ്കിലും കുഷ്ഠരോഗിയോ സ്രാവക്കാരനോ ആണെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാകുന്നതുവരെ വിശുദ്ധ ഭോജ്യങ്ങളിൽ പങ്കുചേരരുത്. ഏതെങ്കിലും മലിനജഡത്തെ സ്പർശിക്കുന്നവനും ബീജസ്ഖലനമുണ്ടായ ആളും തന്നെ മലിനപ്പെടുത്തുന്ന ഏതെങ്കിലും ഇഴജന്തുവിനെ സ്പർശിക്കുന്നയാളും തന്നെ ഏതെങ്കിലും മാലിന്യത്താൽ സ്വയം മലിനപ്പെടുന്ന ഒരു മനുഷ്യനെ സ്പർശിക്കുന്ന വ്യക്തിയും വൈകുന്നേരം വരെ മലിനനായിരിക്കും. വെള്ളത്തിൽ തൻ്റെ ദേഹം കഴുകിയിട്ടല്ലാതെ അവൻ വിശുദ്ധ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിക്കരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായിരിക്കും. അതിനുശേഷം അവന് വിശുദ്ധ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിക്കാം. എന്തെന്നാൽ അത് അവൻ്റെ ഭക്ഷണമാണ്. ചത്തതോ കടിച്ചു കീറപ്പെട്ടതോ അവൻ ഭക്ഷിക്കരുത്. അതുവഴി അവൻ മലിനനാകാതിരിക്കാനാണ്. ഞാനാണ് കർത്താവ്. അവർ എൻ്റെ അനുശാസനമനുസരിക്കണം. അങ്ങനെ അവർ അതിനെ പ്രതി പാപമേൽക്കാതിരിക്കും. മറിച്ച് അതിനെ അവഹേളിച്ചാൽ അതുവഴി അവൻ മരിക്കും. ഞാനാണ് അവരെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. അന്യരാരും വിശുദ്ധ വസ്തു ഭക്ഷിക്കരുത്. പുരോഹിതൻ്റെ കുടികിടപ്പുകാരനോ കൂലിക്കാരനോ വിശുദ്ധ വസ്തു ഭുജിക്കരുത്. എന്നാൽ പുരോഹിതൻ സ്വന്തം പണം കൊണ്ട് നേടിയ വ്യക്തി അതിൽ പങ്കുചേർന്നു കൊള്ളട്ടെ. അവൻ്റെ ഭവനത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർക്കും അവൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേരാം. പുരോഹിതൻ്റെ മകൾ അന്യായ ഒരു പുരുഷൻ്റേതായി തീർന്നാൽ അവൾ വിശുദ്ധ കാണിക്ക ഭോജ്യങ്ങളിൽ പങ്കുചേരരുത്. എന്നാൽ പുരോഹിതൻ്റെ മകൾ വിധവയോ വിവാഹമോചിതയോ ആയിത്തീർന്ന് സന്താനരഹിതയായി പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തൻ്റെ കൗമാരത്തിലെന്നോണം അവൾ പിതാവിൻ്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ. അന്യരാരും അത് ഭക്ഷിച്ചുകൂടാ. ഒരുവൻ അബദ്ധത്തിൽ വിശുദ്ധ വസ്തു ഭക്ഷിച്ചാൽ അവൻ തത്തുല്യവും അതിൻ്റെ 5-1 ചേർത്ത് പുരോഹിതന് വിശുദ്ധ കാഴ്ച നൽകണം. ഇസ്രായേല്യർ കർത്താവിനുയർത്തിയ തങ്ങളുടെ വിശുദ്ധ വസ്തുക്കൾ അവർ തന്നെ അവഹേളിക്കാതിരിക്കട്ടെ. വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കുന്നത് വഴി അവർ തങ്ങളിൽ പ്രായശ്ചിത്താർഹമായ കുറ്റം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും ഇസ്രായേൽ ജനം മുഴുവനോടും നീ പ്രഖ്യാപിച്ചു പറയുക: ഇസ്രായേൽ ഭവനത്തിൽ നിന്നോ ഇസ്രായേലിൻ്റെ പ്രവാസിയിൽ നിന്നോ ഓരോരുത്തരും കർത്താവിനുള്ള ഹോമയാഗമായി അർപ്പിക്കുന്ന സകല നേർച്ചകളും സകല സ്വാഭിഷ്ട കാഴ്ചകളുമായി അർപ്പിക്കുന്ന തൻ്റെ കാണിക്ക നിങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി കന്നുകാലിയിലെയും ചെമ്മരിയാടുകളിലെയും കോലാടുകളിലെയും തികവുറ്റ ഒരു ആൺമൃഗമായിരിക്കട്ടെ. ഏതിലെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അതിനെ സമർപ്പിക്കരുത്. കാരണം അത് നിങ്ങളുടെ സ്വീകാര്യതയ്ക്കായി ഭവിക്കില്ല. ഒരുവൻ നേർച്ച നിറവേറ്റാനും സ്വാഭിഷ്ട കാഴ്ചയ്ക്കുമായി സമർപ്പിക്കുന്ന സമാധാന ബലി കാലിക്കൂട്ടത്തിലേതോ ആട്ടിൻപറ്റത്തിലേതോ ആണെങ്കിൽ സ്വീകാര്യതയ്ക്ക് അത് തികവുറ്റതായിരിക്കണം. അതിൽ ന്യൂനതയൊന്നും ഉണ്ടായിരിക്കരുത്. അന്ധത, ഒടിവ്, മുറിവ്, വ്രണം, പുഴുക്കടി, ചൊറി എന്നിവയുള്ളത് കർത്താവിന് നിങ്ങൾ സമർപ്പിക്കരുത്. അവയിൽ നിന്ന് ബലിപീഠത്തിന്മേൽ അഗ്നിയിലുള്ള അർപ്പണമായി കർത്താവിന് നൽകരുത്. ദീർഘാംഗമുള്ളതോ ഹ്രസ്വാംഗമുള്ളതോ ആയ കാളയെയും
ആടിനെയും സ്വാഭിഷ്ട കാഴ്ചയായി നിനക്ക് അർപ്പിക്കാം, എന്നാൽ നേർച്ചയായി അത് സ്വീകാര്യമല്ല. വരി ഉടയ്ക്കപ്പെട്ടതും ചതയ്ക്കപ്പെട്ടതും നീക്കപ്പെട്ടതും വിച്ഛേദിക്കപ്പെട്ടതും കർത്താവിന് നിങ്ങൾ സമർപ്പിക്കരുത്. അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ചെയ്യരുത്. ഇവയിലെല്ലാം നിന്നുള്ള നിങ്ങളുടെ ദൈവത്തിനുള്ള ഭോജനാർപ്പണം വിദേശിയുടെ കയ്യിൽ നിന്നായാലും നിങ്ങൾ സമർപ്പിക്കരുത്. എന്തെന്നാൽ അവയുടെ ദുഷിപ്പുണ്ട്, അവയിൽ ന്യൂനതയുണ്ട്, അവ നിങ്ങൾക്കായി സ്വീകാര്യമാകില്ല. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ അത് തള്ളയുടെ കീഴെ 7 ദിവസം കഴിയട്ടെ. 8-ാം ദിവസം മുതൽ കർത്താവിന് അഗ്നി നൈവേദ്യമായി അത് സ്വീകാര്യമായിരിക്കും. കാലിയാകട്ടെ ആടാകട്ടെ അതിനെയും അതിൻ്റെ ആൺകിടാവിനെയും ഒരേ ദിവസം നിങ്ങൾ അറക്കരുത്. കർത്താവിന് നിങ്ങൾ കൃതജ്ഞതാബലി അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ സ്വീകാര്യതയ്ക്കായി ബലി കഴിക്കുവിൻ. ആ ദിവസം തന്നെ അത് ഭക്ഷിക്കപ്പെടണം. അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് നിങ്ങൾ അവശേഷിപ്പിക്കരുത്. ഞാനാണ് കർത്താവ്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവ നിവർത്തിക്കുകയും ചെയ്യുവിൻ. ഞാനാണ് കർത്താവ്. ഇസ്രായേലിൻ്റെ മധ്യേ ഞാൻ പരിശുദ്ധനാക്കപ്പെടേണ്ടതിന് എൻ്റെ വിശുദ്ധ നാമം നിങ്ങൾ അവഹേളിക്കരുത്. നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഞാനാണ് കർത്താവ്. നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് ഞാനാണ് നിങ്ങളെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്നവൻ. ഞാനാണ് കർത്താവ്. 115-ാം സങ്കീർത്തനം. കർത്താവ് മാത്രം സ്തുത്യർഹനായ ദൈവം. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, അങ്ങേ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി തിരുനാമത്തിന് മഹത്വം നൽകണമേ. അവരുടെ ദൈവം എവിടെയാണ് പോലും എന്ന് ജനതകൾ എന്തിനു പറയണം? ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലാണ്. തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ വെള്ളിയും സ്വർണവുമാണ്, മനുഷ്യൻ്റെ കരവേലയാണ്. അവയ്ക്ക് വായുണ്ട്, എന്നാൽ മിണ്ടുന്നില്ല. അവയ്ക്ക് കണ്ണുകളുണ്ട്, എന്നാൽ കാണുന്നില്ല. അവയ്ക്ക് കാതുകളുണ്ട്, എന്നാൽ കേൾക്കുന്നില്ല. അവയ്ക്ക് മൂക്കുണ്ട്, എന്നാൽ ഘ്രാണിക്കുന്നില്ല. കൈകളുണ്ടെങ്കിലും അവ സ്പർശിക്കുന്നില്ല. കാലുകളുണ്ടെങ്കിലും അവ നടക്കുന്നില്ല. അവയുടെ കണ്ഠം കൊണ്ട് അവ സ്വരമുണ്ടാക്കുന്നില്ല. അവയെപ്പോലെയാണ് അവയുടെ നിർമ്മാതാക്കൾ, അവയിൽ ആശ്രയിക്കുന്ന എല്ലാവരും. ഇസ്രായേലെ, കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്നാണ് അവരുടെ സഹായവും പരിചയം. അഹ്റോൻ്റെ ഭവനമേ, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്നാണ് അവരുടെ സഹായവും പരിചയം. കർത്താവിനെ ഭയപ്പെടുന്നവരെ കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്നാണ് അവരുടെ സഹായവും പരിചയം. കർത്താവ് നമ്മെ അനുസ്മരിച്ച് അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെ, വലിയവരോടൊപ്പം ചെറിയവരെ അവിടുന്ന് ആശീർവദിക്കും. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും വർദ്ധിപ്പിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന് നിങ്ങൾ അനുഗ്രഹീതരാണ്. ആകാശവും കർത്താവിനുള്ള ആകാശമാണ്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യമക്കൾക്ക് നൽകിയിരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്നത് മരിച്ചവരല്ല, മൂകലോകം പോകുന്നവരാരുമല്ല. നമ്മളാണ് ഇപ്പോൾ മുതൽ എന്നേക്കും കർത്താവിനെ വാഴ്ത്തുന്നത്. ഹല്ലേലൂയ.